നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹനുമത് ജയന്തിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. 2026 ഏപ്രിൽ 2-ാം തീയതി വ്യാഴാഴ്ചയാണ് ഹനുമത് ജയന്തി വരുന്നത്. ഹനുമത് ജയന്തി എന്നത് വെറും ഒരു ഉത്സവമല്ല. വ്രതം, ശുദ്ധി, രാമസ്മരണം, മന്ത്രജപം, ക്ഷേത്രദർശനം, നിവേദ്യം, സേവാഭാവം എന്നിവ ഒന്നിച്ചു ചേരുന്ന ചൈതന്യത്തിൻ്റെ ധന്യതയുടെ ശക്തി ദിനമാണ് ഹനുമത് ജയന്തി. ചൈത്രമാസത്തിലെ പൗർണമി അഥവാ ചിത്ര പൗർണമിയിലാണ് ഹനുമത് ജയന്തി ആചരിക്കുന്നത്. സപ്ത ചിരഞ്ജീവികളിൽ ഒരാളും തീവ്ര ശ്രീരാമ ഭക്തനുമാണ് ഹനുമാൻ സ്വാമി. ഭഗവാൻ ശിവശങ്കരന്റെ അവതാരമാണ് ഹനുമാൻ സ്വാമി എന്ന് ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. ഹനുമാൻ ശിവപുത്രനും ശ്രീരാമഭക്തനുമാണ്. അതുകൊണ്ട് തന്നെ ശൈവഭാവത്തിലും വൈഷ്ണവഭാവത്തിലും ഒരുപോലെ ആരാധിക്കപ്പെടുന്ന അപൂർവ ദൈവസ്വരൂപമാണ് ഹനുമാൻ സ്വാമി. വായുപുത്രനായ ഹനുമാൻ സ്വാമി ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ഉത്തമ ഭക്തിയുടെയും പ്രതീകമാണ്. ഹനുമത് ജയന്തി ദിവസം ഭക്തിയോടുകൂടി ഭഗവാന് സമർപ്പിക്കുന്ന വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും സവിശേഷമായ ഫലസിദ്ധികളാണുള്ളത്. മാത്രമല്ല, ഹനുമത് പ്രീതിക്കായി ശ്രീരാമചന്ദ്രനെ ഈ ദിവസം ഭജിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ശനിദശ, ശനിയുടെ അപഹാരം, കണ്ടകശനി, അഷ്ടമശനി, ഏഴരശനി തുടങ്ങിയ ദോഷകാലങ്ങൾ അനുഭവിച്ചു വരുന്നവരും തൊഴിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരും ഹനുമത് ജയന്തി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ്. ശനിയുടെ ദോഷകാഠിന്യം കുറയ്ക്കുവാൻ ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ സാധിക്കുന്നതാണ്. കാരണം ഹനുമത് ഭക്തരെ ശനിദോഷം ബാധിക്കില്ലെന്ന് ശനിദേവൻ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. വ്രതം അനുഷ്ഠിക്കുന്നവർ പൂർണ്ണ ഉപവാസമോ ഒരിക്കലോടെയോ, അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. സാധ്യമെങ്കിൽ ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്താൽ വായുവേഗത്തിൽ ഫലം ലഭിക്കുന്നതുമാണ്. വ്രത ദിവസവും തലേന്നും ശരീരശുദ്ധി നിർബന്ധമാണ്. ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് വെറ്റിലമാല സമർപ്പണം. കാരണം രാമന്റെ വിജയം ആദ്യം സീതയെ അറിയിച്ചത് ഹനുമാൻ സ്വാമിയാണ്. ആ വാർത്ത കേട്ട് സന്തോഷത്തോടെ സീത അടുത്തുണ്ടായിരുന്ന വെറ്റിലകൾ പറിച്ച് ഹാരമാക്കി അത് ഹനുമാനെ അണിയിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വെറ്റിലമാല സമർപ്പിച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ സർവകാര്യ വിജയവും സമൃദ്ധിയുമാണ് ഫലം ലഭിക്കുന്നത്. ഇനി രോഗദുരിതങ്ങൾ തീർന്നു കിട്ടുവാൻ തുളസിമാല ഭഗവാന് സമർപ്പിക്കുന്നതും ഉത്തമമാണ്. ഇതുകൂടാതെ ത്രിമധുരം, കദളിപ്പഴം നിവേദ്യമായി സമർപ്പിക്കാവുന്നതുമാണ്. ഹനുമത് ജയന്തി ദിനത്തിൽ ഹനുമാൻ ചാലിസ, വായുസ്തുതി, സുന്ദരകാന്ഡം എന്നിവ പാരായണം ചെയ്യുന്നതും ശ്രവിക്കുന്നതും സവിശേഷമാണ്. ഭയപ്പെടുത്തുന്ന ചിന്തകൾ അകറ്റുവാനും ദുസ്വപ്നം കാണാതിരിക്കുവാനും ചാലിസ ജപം നല്ലതാണ്. ഹനുമാൻ ചാലിസയുടെ പ്രാരംഭ ശ്ലോകങ്ങൾ ജപിക്കുന്നതിലൂടെ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ചെയ്ത പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഉത്തമ ഭക്തിയോടുകൂടി ജപിച്ചാൽ തൻ്റെ ഭക്തനെ യാതൊരു വിധത്തിലുള്ള ക്ലേശങ്ങളിലും അകപ്പെടാതെ ഹനുമാൻ സ്വാമി കാത്തുരക്ഷിക്കുന്നതുമാണ്. ആഗ്രഹ പൂർത്തീകരണത്തിന് ഏറ്റവും ഉത്തമ മാർഗമാണിത്. മനഃശാന്തി, കാര്യസാധ്യം, വിഘ്നനിവൃത്തി, ദുരിത നിവാരണം, അഭീഷ്ടസിദ്ധി, രോഗനാശം, ശത്രുനാശം, ഐശ്വര്യം, ആത്മബലം, രാമഭക്തി വർധനം എന്നിവയാണ് ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് വന്നു ചേരുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും വലിയ ഫലം ഭക്തരുടെ ഉള്ളിൽ ധൈര്യം, ഭക്തി, നിയന്ത്രണം, ദൈവവിശ്വാസം എന്നിവ വളരുന്നതാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ദിനങ്ങളിലാണ് ഹനുമത് ജയന്തി ആഘോഷം. ഉത്തരേന്ത്യയിലാണ് മുഖ്യമായും ചിത്ര പൗർണമിക്ക് ഹനുമത് ജയന്തി വരുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും ഹനുമാൻ സ്വാമിയുടെ ജയന്തി ആഘോഷം ധനുവിലെ മൂലം നക്ഷത്രത്തിലാണ്. ശ്രീരാമജയം എന്ന ഒരൊറ്റ സ്തുതി കൊണ്ട് തന്നെ സംപ്രീതനാകുന്ന ഹനുമാൻ സ്വാമിയെ അഭീഷ്ടസിദ്ധിക്കായി ഭജിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് ഹനുമത് ജയന്തി. നമ്മുടെ സങ്കടങ്ങൾ ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി. തീർച്ചയായും അതിനു ഫലമുണ്ടാകുന്നതാണ്. ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഹം ഹനുമതേ നമഃ എന്ന മന്ത്രം നാളെ ഹനുമത് ജയന്തി ദിവസം കഴിയുന്നത്ര ജപിക്കാവുന്നതാണ്. കരുത്തിൻ്റെയും ബുദ്ധിയുടെയും അചഞ്ചല ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമായ ഹനുമാൻ സ്വാമിയുടെ അലങ്കാരവും ആയുധവും
തിന്മയെ നിഗ്രഹിക്കുന്ന ഗദയാണ്. ചിരഞ്ജീവിയായ ഹനുമാനെ ഭജിക്കുന്നതിലൂടെ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. മാത്രമല്ല, അസാധ്യമായ കാര്യങ്ങൾ വരെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ സാധ്യമാകുന്നത് അനേക കോടി ഭക്തരുടെ അനുഭവവുമാണ്. അതുകൊണ്ട് തന്നെ നാളെ ഹനുമ ജയന്തി ദിവസം ഭഗവാന്റെ മന്ത്രങ്ങൾ, കീർത്തനങ്ങൾ ജപിച്ച് വഴിപാടുകൾ നടത്തിയും ആഞ്ജനേയ സ്വാമിയെ പ്രസാദിപ്പിക്കുന്ന ഏതൊരു ഭക്തന്റെയും എല്ലാ ആഗ്രഹങ്ങളും വായുവേഗത്തിൽ ഭഗവാൻ സഫലമാക്കുന്നതാണ്. നിങ്ങളൊരു ഹനുമാൻ ഭക്തനാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഓം ഹം ഹനുമതേ നമഃ എന്ന് കമന്റ് കൂടി ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമ്മുടെ ജീവിതത്തിലെ ഭയങ്ങൾ, തടസ്സങ്ങൾ, തിന്മകൾ, കഷ്ടപ്പാടുകൾ എന്നിവ നീക്കം ചെയ്യുന്നതിനും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നതിനും നാളെ ഹനുമ ജയന്തി ദിവസം ചൊല്ലേണ്ട അതിശക്തിയാർന്ന 5 മന്ത്രങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമതായി ഓം ഹനുമാൻ. ഹനുമാന്റെ വളരെ പ്രധാനപ്പെട്ട ഈ മന്ത്രം ദിവസവും ജപിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ എത്ര വലിയ പ്രശ്നങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ശാരീരിക ശക്തിയും വിജയവും നേടുവാൻ ഈ മന്ത്രം നിങ്ങളെ സഹായിക്കുന്നതുമാണ്. ഇനി രണ്ടാമതായി ഓം നമോ ഭഗവതേ ആഞ്ജനേയ. മഹാബലായ സ്വാഹ. സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും വാഹനം വാങ്ങുവാൻ കഴിയാത്തവർ, വാഹനവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ നേരിടുന്നവർ, അല്ലെങ്കിൽ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഈ പ്രശ്നം ഉള്ളതായി വിശ്വസിക്കുന്നവർ നാളെ ഹനുമ ജയന്തി ദിവസം അല്ലെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 40 തവണ ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുന്നതാണ്. ഇനി മൂന്നാമതായി ഓം വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ പുത്രന് നമസ്കാരം. ബിസിനസ്സിൽ വിജയിക്കാനും നല്ല ജോലി നേടാനും ഈ മന്ത്രം ജപിക്കുന്നത് അതിവിശേഷമാണ്. വിജയത്തിലേക്കുള്ള വഴിയിലെ തടസ്സങ്ങൾ മാറാനും ഈ മന്ത്രം നിങ്ങൾക്ക് സഹായകമാകുന്നതാണ്. കൂടാതെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും സ്ഥാനക്കയറ്റത്തിനായി കാത്തിരിക്കുന്നവർക്കും ഹനുമ ജയന്തി കൂടാതെ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 11 തവണ ഈ മന്ത്രം ജപിക്കുന്നത് അതിവിശേഷമാണ്. ഇനി നാലാമതായി രുദ്രാവതാരമായ ഓം നമോ ഹനുമാൻ. ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധി ലഭിക്കുന്നതാണ്. ഇതിനോടൊപ്പം സർവവാസീകരണായ രാമദൂതായ സ്വാഹ ഈ മന്ത്രവും ചൊല്ലാവുന്നതാണ്. ഇത് ചൊല്ലുന്നതിലൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുക്കൾ, കുടുംബ പ്രശ്നങ്ങൾ എന്നിവയാൽ പതിവായി ബുദ്ധിമുട്ടുന്നവർ അവയിൽ നിന്ന് മുക്തി നേടാൻ ഈ മന്ത്രജപം സഹായിക്കുന്നതാണ്. ചൊവ്വാഴ്ചകളിലും ഹനുമാൻ ജയന്തിയിലും ഈ മന്ത്രം ഭക്തിയോടുകൂടി ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ഇനി അഞ്ചാമതായി ഓം ഹം ഹനുമതായ നമഃ. വിവിധ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും മറികടക്കുവാൻ നിങ്ങൾ പാടുപെടുന്നുണ്ടെങ്കിൽ ഒരു ജപമാല ഉപയോഗിച്ച് ഈ മന്ത്രം 108 തവണ ജപിക്കുക. നിങ്ങൾക്ക് ധൈര്യവും വിജയവും ലഭിക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങൾക്ക് സ്വയം ഒരു സവിശേഷ ഐഡന്റിറ്റി നേടുവാനും സാധിക്കുന്നതാണ്. നാളെ ഹനുമ ജയന്തി ദിവസം വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും ഈ 5 മന്ത്രങ്ങളിൽ നിങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കുന്ന മന്ത്രം ഏതാണോ അത് ഭക്തിയോടുകൂടി ചൊല്ലുക. ഉറപ്പായും അതിനു ഫലം ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.